പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഫോറസ്റ്റ് ടോക്സിൽ ഞാൻ സിമി ജോർജ്. നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോ ഒരല്പം ലേറ്റായിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ചെറിയ ട്രിപ്പിലായിരുന്നു. വയനാട്ടിലേക്ക്, മക്കളുടെ അടുത്തേക്ക് ഒരു യാത്ര. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എപ്പോഴും എൻ്റെ സംസാരം മാത്രം കേട്ട് ബോറടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ യാത്രാ വിവരണം, വയനാടിൻ്റെ ഭംഗിയും ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം എന്ന് ഞാൻ കരുതിയത്. എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ വീഡിയോ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട്ടേക്ക് ഏറനാട് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. സീറ്റൊക്കെ നല്ല കംഫർട്ടായിരുന്നു. 6:30 ട്രെയിൻ എത്തി. 45 മിനിറ്റ് ലേറ്റ് ആയിരുന്നു, എന്നാലും സീറ്റൊക്കെ കംഫർട്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മഴയായിരുന്നു, നല്ല മഴയത്തോടി ഒരു ട്രെയിൻ യാത്ര. വളരെ കാലത്തിന് ശേഷമായിരുന്നു ഈ യാത്ര. മഴയുടെ നേർത്ത സംഗീതവും കേട്ടുള്ള ഒരു യാത്ര. കുറേ സമയം പുറം കാഴ്ചകൾ കണ്ടു, പിന്നീട് കുറേ സമയം വായിച്ചു. 12:30 ഞങ്ങൾ കോഴിക്കോട്ടെത്തി. മക്കൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം ഫുഡൊക്കെ കഴിച്ച് വീണ്ടും വയനാട്ടിലേക്കുള്ള യാത്ര തുടർന്നു. നല്ല കോടമഞ്ഞും മഴയും. സാധാരണ വയനാട്ടിലേക്കുള്ള യാത്രകളൊക്കെ പുറം കാഴ്ചകളാണ്, ഭംഗിയുള്ള പുറം കാഴ്ചകൾ സമ്മാനിക്കുന്നതായിരുന്നു. എന്നാൽ ഇത്തവണ നല്ല മഴയായിരുന്നു. പക്ഷേ കോടമഞ്ഞിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ വയനാട്ടിലേക്ക് യാത്ര തുടർന്നു. വയനാട് എത്തിക്കഴിഞ്ഞ് ചെറിയ ചെറിയ ചില ട്രിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കാഴ്ച, തിരുനെല്ലിക്കാടുകളിലേക്കുള്ള യാത്ര. മാൻകൂട്ടങ്ങളെയും ചില പുതിയ തരം കിളികളെയും ഒക്കെ പരിചയപ്പെട്ട ഒരു ഭംഗിയുള്ള യാത്രയായിരുന്നു അത്. തിരുനെല്ലിക്കാടുകളുടെ ഭംഗി വിളിച്ചോതുന്ന ഈ കാഴ്ചകൾ തന്നെ ഒരു വലിയ സന്തോഷം തരുന്നതായിരുന്നു. തിരുനെല്ലിക്കാട് പൂത്ത പാട്ടുകളൊക്കെയാണ് അന്നേരം ഓർമ്മ വന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ചില കോളനികൾ, ആദിവാസി കോളനികളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ചെറിയ മഴയത്തോടിങ്ങനെ യാത്ര തുടർന്നപ്പോൾ ഒരു ആറ്, നല്ല ശക്തിയായ ഒഴുക്കുള്ള ഒരു ആറ് കണ്ടു. മഴ നന്നായിട്ടുള്ളത് കൊണ്ടായിരിക്കാം, കലങ്ങിയ വെള്ളമാണ് അതിൽ കൂടി ഒഴുകുന്നത്. നല്ല ശക്തിയായ ഒഴുക്കും. ഇതൊക്കെ കണ്ട് വയനാടിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്ര തുടർന്നു. ചെറിയ യാത്രകൾ എപ്പോഴും നല്ലതാണ്. കുടുംബവുമൊത്തുള്ള നമ്മളുടെ ആ സ്നേഹബന്ധവും നമ്മുടെ ഫാമിലി റിലേഷനും ഒക്കെ സ്ട്രോങ് ആക്കാൻ കുട്ടികളുമായി ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ യാത്ര പോകേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുടെ മനസ്സും ശരീരവും ഒന്ന് ഫ്രഷായി നമുക്ക് കുറച്ചുകൂടി എനർജിയൊക്കെ കിട്ടാൻ ഇതുപോലെയുള്ള യാത്രകൾ നമ്മളെ ഒരുപാട് സഹായിക്കും. പോസിറ്റീവ് എനർജി കിട്ടാൻ യാത്രകൾ എപ്പോഴും നല്ലതാണ്. ഒബ്സർവേഷൻസും പല കാഴ്ചകളാണ് നമ്മൾ യാത്രകളിൽ കൂടി എപ്പോഴും കാണുന്നത്. അതൊക്കെ തന്നെ മനസ്സിന് സന്തോഷം തരുന്നതായിരിക്കും. ഒരാഴ്ചയോളം ഏകദേശം വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മൂന്നാറല്ല, വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് മക്കൾ തന്നെ കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുവന്നാക്കി. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഏറനാട് എക്സ്പ്രസ്സിൽ തന്നെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ യാത്രാ വിവരണമായിരുന്നു. മക്കളോടൊപ്പം ഒരാഴ്ച ചെലവഴിച്ച സന്തോഷത്തിൽ ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വിഷയവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.